വെൽക്കം ബാക്ക്. ഐഷുവാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്, നമ്മുടെ ഡെയിലി വ്ളോഗ് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാ പ്ലാനും പൊളിച്ചുകൊണ്ട് ഹെയ്സൂട്ടൻ എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ ഹെയ്സൂട്ടൻ എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ എനിക്ക് സന്തോഷമായിരിക്കും. കാരണം ഇപ്പോൾ എനിക്ക് കിച്ചണിൽ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഭയങ്കര വിഷമമാണ്. കാരണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ മിസ് ചെയ്യും ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത്. പക്ഷേ രാവിലെ തന്നെ ഹെയ്സൂട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഹെയ്സൂട്ടനെ ഹൈ ചെയറിലൊക്കെ ഇരുത്തി കിച്ചണിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത്. ഇന്ന് ദോശയും ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. ഈ ഒരു സംഭവത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് പറയണേ. നമ്മുടെ വീട്ടിൽ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത്, വീട്ടിൽ ഉമ്മച്ചി ചില ദിവസങ്ങളിൽ മുട്ടയൊക്കെ ഇട്ടുണ്ടാക്കും. നല്ല ഇഞ്ചിയും പച്ചമുളകും നല്ല എരിവുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല തട്ട് ദോശയാണ് കേട്ടോ. അങ്ങനെ തട്ട് ദോശയും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഓംലെറ്റും കൂടെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഒക്കെ ഒന്ന് പോകാനായിട്ട് ഹീസൂട്ടൻ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് ഒരുങ്ങാനൊക്കെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ എൻ്റെ കൂടെ കിച്ചണിൽ നിന്നു. പിന്നീട് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയ സമയത്ത് ഹീസൂട്ടൻ പിന്നെ ഇക്കയുടെ പിറകെയായിരുന്നേ. കുറച്ച് നേരം ഇക്കയുടെ പിറകെ നടന്നതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട്, നമ്മുടെ ഉച്ചയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ലേറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. ഞാൻ ഒരുപാട് തവണ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിനിങ് ഒക്കെ ഉണ്ടായത്. കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ലേറ്റായ സമയത്ത് തന്നെ ഫുഡൊന്നും വേണ്ട, ചായ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നേ. ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ട് കൊടുത്തു. വന്നിട്ട് ഓംലെറ്റ് കൂടി ഉണ്ടാക്കി കൊടുത്ത സമയത്ത് ഉള്ളൊരു എക്സ്പ്രഷനാണിത്, വേണ്ട എന്നുള്ള രീതിയിൽ. എന്തായാലും കഴിച്ചിട്ടേ വിട്ടുള്ളൂ. യേസുട്ടൻ ഇപ്പോൾ ഈ ഒരു ചെയറിലിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇരുത്തത്തില്ലായിരുന്നു, കാരണം വിൻഡോ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വിൻഡോ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു, കയറി അങ്ങനെ ഒന്ന് ശീലിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങി കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കളിപ്പിക്കാറുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഹെയ്സൂട്ടന് കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അതിനുശേഷം രാവിലത്തെ ക്ലീനിങ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. റൂമും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തുണികൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം ഹെയ്സൂട്ടന് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് കയറിയിട്ട് നേരത്തെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കൂടി അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നേരത്തെ കുക്കിംഗ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടൈം കിട്ടുവേ. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ഒന്ന് കഴിഞ്ഞാൽ അടുത്ത പണിയായിരിക്കും. ഞാൻ ഇങ്ങനെ മടിച്ചിരിക്കുന്ന ദിവസം ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് എക്സ്പേർട്ട് ആയിട്ടുണ്ട്. എങ്കിലും ചില ദിവസങ്ങളിൽ ഞാൻ കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകാറുണ്ട്. എനിക്ക് ഒരുപാട് അങ്ങ് കുഴഞ്ഞിട്ടുള്ള ചോറ് ഇഷ്ടമല്ല. അതേപോലെ തന്നെ അങ്ങനെ വലുതായിട്ട് വേകാത്ത ചോറും ഇഷ്ടമല്ല കേട്ടോ. കറക്റ്റ് വേവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്ക് ബാക്കി ഇരുന്നതാണെന്നുണ്ടെങ്കിലും പോലും പിറ്റേ ദിവസം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊഞ്ചാണ് കേട്ടോ. ഇന്ന് വേറെ മീനൊന്നും ഉണ്ടായിരുന്നില്ല, കൊഞ്ചിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കറിയും കുറച്ചൊന്നെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം ഫ്രൈ ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു, കാരണം പെട്ടെന്ന് പണി തീർക്കണമെന്നുള്ളതായിരുന്നു. പിന്നെ കുറച്ച് നേരത്തെ കയറിയത് കൊണ്ടും ഇന്ന് കുറച്ചൊന്ന് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും കുക്കിങ്ങിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ വെച്ച് വന്നപ്പോൾ ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊഞ്ച് വൃത്തിയാക്കാനായിട്ട് കുറച്ച് പാടാണ്, കുറേ സമയം പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരപ്പിൽ നമ്മൾ ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി ഇട്ടിട്ട് പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അരപ്പ് നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് റെഡിയാക്കി തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ടൊന്ന് എന്തായാലും വൃത്തിയാക്കിയൊന്നും തീരത്തില്ല. എന്തായാലും ആ ഒരു പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊഞ്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നേ. കാരണം ആ നടുക്കത്തെ ആ ഒരു സംഭവം എടുക്കുന്ന സമയത്ത് ഒരു വേസ്റ്റ് ഇല്ലേ, കൊഞ്ചിൻ്റെ നടുക്കുള്ള ആ ഒരു സംഭവം വേസ്റ്റ് കളയുന്ന സമയത്ത് ഒരു പരുവാവുന്നുണ്ടായിരുന്നേ. പാണ്ടി ലോറി കയറിയിട്ടുള്ള തവളയെ പോലെയൊക്കെയുള്ളൊരവസ്ഥ കൊഞ്ചിന് വരാറുണ്ടായിരുന്നു. കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കൊഞ്ചാണോ കണവയാണോ എന്നറിയാൻ വയ്യാത്ത രീതിയിലാവുമായിരുന്നേ.
ഇപ്പോൾ പക്ഷേ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ വൃത്തിയാക്കി പഠിച്ചതാണേ. അപ്പോൾ കുഞ്ഞ് കൊഞ്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. വലിയ കൊഞ്ചിന് അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകുന്ന വെച്ചാൽ അറിഞ്ഞൂടാ കേട്ടോ. കുഞ്ഞ് കൊഞ്ച് നമുക്ക് ഉണക്കിയതാണെന്നുണ്ടെങ്കിലും അല്ലാത്തതാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അതൊരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. ചെറിയ കൊഞ്ച് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സമയത്ത് തീയൽ അതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെ നമുക്ക് പണ്ട് കിട്ടുമായിരുന്നേ. ഇപ്പോൾ കുറച്ചുകൂടി വലുതാണെന്ന് തോന്നുന്നു കിട്ടുന്നത്. കുഞ്ഞിലെ നല്ല കുഞ്ഞു കുഞ്ഞു കൊഞ്ചുകൾ കിട്ടുമായിരുന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ചും കണവയും ഞണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മത്തി അതേപോലെ ചെറിയ നെത്തോലി അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ്. അപ്പോൾ കറി എവിടെ ആവുന്നുണ്ട്, ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കൊഞ്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൊഞ്ച് വൃത്തിയാക്കാൻ അറിഞ്ഞാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ കുറച്ച് ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല എളുപ്പമാണ്. പിന്നെ ഞാൻ വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ഒരുപാട് പച്ചക്കറികൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബൾക്കായിട്ട് കിട്ടുമല്ലോ, വെട്ടായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ വെട്ട് കിട്ടുന്ന സമയത്ത് ഞാൻ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് അരിഞ്ഞ് മാറ്റി വയ്ക്കുകയെ. നമുക്ക് എത്രയാണ് വേണ്ടത്, ഒരു സാമ്പാറിന് കാണും, ഒരു അവിയലിന് കാണും, വീക്കിന് കാണും, എങ്കിലും 2-3 ഐറ്റംസ് മാറ്റി വയ്ക്കാനായിട്ട് ഉണ്ടാവുകയെ. കാരണം കുറച്ച് ഐറ്റംസ് അല്ലേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന സമയത്ത് ഞാൻ ഇതേപോലെ എല്ലാം വൃത്തിയാക്കിയിട്ട് അപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. നല്ല മൂടാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചീഞ്ഞു പോവും. ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ പെട്ടെന്ന് ഒരു സാമ്പാറൊക്കെ തട്ടിക്കൊട്ടിയിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് കഴുകിയിട്ടൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കും. അല്ലാണ്ട് വേറെ ഒന്നും കട്ട് ചെയ്യാനോ ഒന്നും നിൽക്കത്തില്ല. ചില ദിവസങ്ങളിൽ ഹേസുട്ട് നല്ല ഓക്കെയാണ്, എനിക്ക് നല്ല മൂഡുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തൊക്കെ വെക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അവിയലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കത്തിച്ചെടുത്താൽ മാത്രം മതി എന്ന് അറിയില്ലേ, അതുപോലെയാണ്. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അരിഞ്ഞൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തേങ്ങ ഒതുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിയലോ അല്ലാന്നുണ്ടെങ്കിൽ തോരനോ ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വെട്ട് വാങ്ങിച്ച സമയത്ത് ഇതേപോലെ അവിയലിനും സാമ്പാറിനും എല്ലാത്തിനും വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിയൽ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ കൊഞ്ചെടുത്ത് പുറത്ത് വെച്ച സമയത്ത് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് അവിയലിൻ്റെ കഷ്ണങ്ങൾ കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിന് അരിഞ്ഞു വെച്ചത് കൂടി വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിനുശേഷം പെട്ടെന്ന് തന്നെ അരപ്പൊക്കെ അരച്ചതിന് ശേഷം അവിയൽ കൂടി ഉണ്ടാക്കി. ഞാൻ കൊഞ്ച് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ തേങ്ങയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അരപ്പിന് വേണ്ടിയിട്ട് ജീരകവും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ള തേങ്ങ, ഒരുപാട് അങ്ങ് അരയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ, അതുപോലെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളും അരപ്പും എല്ലാം കൂടി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ വിസിൽ വന്ന സമയത്ത് ആ അടുപ്പിലേക്ക് തന്നെ അവിയലിന് വേണ്ടിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ബാക്കിയുള്ള കൊഞ്ച് കൂടി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരത്തെ പണിയുണ്ടായിരുന്നേ. അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു, പക്ഷേ നല്ല പണിയുണ്ടായിരുന്നേ. അതിന് ഇടയിൽ തന്നെ ഓരോന്നോരോന്ന് ചെയ്യുന്നത് കൊണ്ട് കുറച്ചൊന്ന് സമയം എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മീൻകറിക്കുള്ള അരപ്പൊക്കെ ഒന്ന് തിളച്ച് റെഡിയായ സമയത്ത് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കൊഞ്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും കഴുകി അതിൽ പകുതി ഇട്ടിട്ടുണ്ടായിരുന്നു. പകുതി നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. ചെറിയ കൊഞ്ചല്ല എങ്കിലും ഒരു ടേസ്റ്റ് നമുക്ക് കറിയിൽ ചേർക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും രണ്ട് ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ അവിയൽ റെഡിയായ സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൊഞ്ച് കറിക്ക് വേണ്ടിയിട്ട് അരപ്പിലേക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കൊഞ്ചൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ചുകൂടി ടൈം ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. കാരണം മാങ്ങ ഇരിപ്പുണ്ടായിരുന്നേ. പിന്നെ തൈര് കൂടി അരച്ചിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ മോര് കറിക്ക് അരച്ചെടുത്തതിന് ശേഷം കടുക് വറുത്ത് മാങ്ങ ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തൈര് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മോര് കറിയുടെ സെറ്റാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു മോര് കറിയോ തൈരോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുക. പെട്ടെന്നല്ല എങ്കിലും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എന്തായാലും എടുക്കാറുണ്ട്. എങ്കിലും എൻ്റെ ഗുസ്തി കുറയേ. ഒരു ഇൻട്രസ്റ്റോടു കൂടി കഴിക്കുന്നതും ഇഷ്ടമല്ലാണ്ട് കരഞ്ഞ് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ. അതുകൊണ്ട് എന്തെങ്കിലും ഇതേപോലെ മോര് കറിയോ കാര്യങ്ങളോ ഉണ്ടാക്കാറുണ്ട്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേഷനൊക്കെ ചെയ്തിട്ട് കൊഞ്ച് കൂടി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. കൊഞ്ചിൽ മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചിട്ടിട്ട് അങ്ങനെയാണ് മാരിനേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്താലും കൊഞ്ചല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പില ഇടാൻ മറന്നുപോയതാണ് കേട്ടോ. അതിനുശേഷം അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് വിസിലൊക്കെ എയറൊക്കെ പോയതിന് ശേഷം ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പിട്ടിട്ട് വടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കിച്ചണൊക്കെ ഒതുക്കിയതിന് ശേഷം ഹേസുട്ടനെ കുളിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഡയപ്പർ ഫ്രീ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹേസുട്ടന് കൂടി ചോറ് കൊടുത്തു. ഇന്ന് എന്തായാലും കുറച്ച് ഇൻട്രസ്റ്റോട് കൂടി ഹേസുട്ടൻ ചോറ് കഴിച്ചിട്ടുണ്ടേ. അങ്ങനെ ഹേസുട്ടൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഫ്രഷ് ആയിട്ട് വന്നേ, കുളിച്ചിട്ടൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേ നേരം ഇരുന്ന് വോയിസ് കാര്യങ്ങളും എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്കിലി ഞാൻ വൺസെങ്കിലും വ്ളോഗ് ഇടണമെന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുന്നുണ്ട്. ഡെയിലി ഷോർട്സ് എന്തായാലും ഇടുന്നുണ്ട്. അതിൻ്റോടൊപ്പം വ്ളോഗ് കൂടി എഡിറ്റ് ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്താണ് ഹീസുട്ടൻ വളരെ കുറച്ചാണ് ഇപ്പോൾ നാപ്പ് ടൈമൊക്കെ. രാത്രിയിൽ എൻ്റെ കൂടെ തന്നെ എഴുന്നേക്കും. ഞാൻ എപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഞാൻ അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ അറിയാം എന്തോ ഒരു സീക്രട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നാപ്പ് ടൈമിലോ അല്ലെങ്കിൽ നേരത്തെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം രാവിലെ ഒക്കെ പോകുന്ന സമയത്ത് ഹീസുട്ട് എഴുന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്തെ കിടത്തി ഉറക്കിയിട്ട് ഞാൻ ആ സമയത്താണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും വോയിസ് ഓവർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ആ സമയത്താണ്. അപ്പോൾ കുറേ നേരം എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ശേഷം ഞാനിന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. കാരണം കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു എഡിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഹീസുട്ടൻ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് മൂവിയൊക്കെ കണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം ഹീസുട്ടൻ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടൈം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തുണികളൊക്കെ കഴുകാനുള്ളത് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് ഡ്രൈ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, വിരിക്കാനുണ്ടായിരുന്നു. ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹീസുട്ടന് എഴുന്നേൽക്കുന്ന സമയത്ത് സ്നാക്കായിട്ടൊന്ന് ഏത്തക്കപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പഴം വാട്ടിയതാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ പഴം രണ്ടെണ്ണം നന്നായിട്ട് ഒരു പരുവായിട്ട് പഴം പഴുത്ത് കിണ്ടിയിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു പരുവത്തിലിരിക്കുകയായിരുന്നേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വാഴയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന്. അതായത് ഏത്തയ്ക്കപ്പം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്കും ഇഷ്ടമാണ്, ഹീസൂട്ടനും ഇഷ്ടമാണ്. ചായൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. 2 ഉണ്ടായിരുന്നേ, 2-3 ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തായാലും ഹീസൂട്ടൻ 3 കഴിക്കില്ല. ഒന്നിൻ്റെ പകുതിയൊക്കെയാണ് ഏത്തപ്പഴമൊക്കെ ആയി കഴിഞ്ഞാൽ കഴിക്കുന്നത് കേട്ടോ. ചെറിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അല്ലാണ്ട് ഏത്തപ്പഴമൊക്കെ ഒന്നൊന്നും കഴിക്കില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോകാറുണ്ട്. പക്ഷേ ഇത് പഴുത്തിട്ടുള്ളത് കൊണ്ട് ആ കാര്യത്തിലും ഒരു സ്കോപ്പും ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വാഴയ്ക്കപ്പം ഉണ്ടാക്കാമെന്നേ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാറ്ററൊക്കെ റെഡിയാക്കി. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് കുറച്ച് സോഡാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഏലക്കാപ്പൊടിയും പഞ്ചസാരയും, പഞ്ചസാരയല്ല ശർക്കരപ്പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ഇപ്പോഴെല്ലാം നമ്മൾ പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ശർക്കര തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും ശർക്കരേൻ്റെ കളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാറ്ററൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് സോഡപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടുമേ. കുറച്ചൊന്ന് സോഡപ്പൊടി ഇട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ദോശയുടെ മാവ് ചേർത്ത് കഴിഞ്ഞാലോ നന്നായിട്ട് പുളിച്ച് കിട്ടുമേ. പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് മാവൊന്ന് റെഡിയായിട്ട് കിട്ടും. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഞാൻ ഏത്തയ്ക്കപ്പം കൂടി ഉണ്ടാക്കി ചായയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒക്കെ വരാറായതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ അതിന് മുമ്പേ എന്നെ ഹേസുട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹേസുട്ടനും വാഴയ്ക്കപ്പൊക്കെ കൊടുത്തു. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു വിശേഷം കൂടി പറയാനുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ നമ്മുടെ എയർ ഫ്രയർ കണ്ടിട്ട് എന്താണ് സംഭവം, എപ്പോഴാണ് വാങ്ങിച്ചത്, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് സംഭവം. അതായത് ഇക്കപ്പോൾ ടൂർണമെൻറ്റിന് നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ക്രിക്കറ്റിൻ്റെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ക്രിക്കറ്റ് ഭ്രാന്തനാണ് ആള്, നല്ല പ്ലെയറാണ് കേട്ടോ. അപ്പോൾ ടൂർണമെൻറ്റിനൊക്കെ ശേഷം ഒരു ട്രോഫിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പെരുന്നാളിന് ശേഷം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് മറന്നുപോയതാണ്. അങ്ങനെ ടൂർണമെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാൻ ഓഫ് ദി മാച്ചിൻ്റെ ആ ഒരു ട്രോഫിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട്, അത് നാളെയോ മറ്റന്നാളോ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചേ. അപ്പോൾ ഒരു വലിയ ബോക്സുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സംഭവം ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മൾ 3 പേരായിട്ട് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഹേസുട്ടനാണ് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് അതിൻ്റെ അകത്ത് എന്താണെന്ന് ഹേസുട്ടനും അറിയണം. അങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ സംഭവം ഇതായിരുന്നു. ഒരു സംഭവം ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിരുന്നു കേട്ടോ. കാരണം 2-3 ദിവസം മുന്നേ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നമുക്ക് ഇങ്ങനെ ഓവനിലൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹെൽത്ത് പ്രശ്നമാണെന്ന് തോന്നുന്നു, ഹേസുട്ടന് കുക്കീസൊക്കെ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു നമുക്ക് എയർ ഫ്രയർ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാഷ്വലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങിക്കണമെന്നൊന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം ഭയങ്കരമായിട്ട് നമ്മൾ സർപ്രൈസ്ഡ് ആയേ. കയ്യിൽ കിട്ടിയെങ്കിലും എന്തൊക്കെയോ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങനെ വീഡിയോസ് കാണുന്ന സമയത്ത് മേടിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായിരുന്നേ. കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ടിരുന്നിട്ട് എന്തോ ആരോ അറിഞ്ഞിട്ട് മേടിച്ചു തന്നൊരു ഫീലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നേ. അപ്പോൾ ഇത് കുറേ ദിവസമായി സംഭവം ഇരിക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാം ഇതിനകത്ത് ഉണ്ടാക്കാറുണ്ട്. ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇതിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ഫിഷ് പൊള്ളിക്കാനൊക്കെ അതിനകത്ത് വെക്കാറുണ്ട്. അതേപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനും അൽഫാമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാ അതൊക്കെ വീഡിയോ പുറകെ തന്നെ വരുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ ദിവസം എന്തായാലും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ആ ഒരു കാറ്റലോഗും കാര്യങ്ങളും യൂസും അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പഠിച്ചു വരണമല്ലോ. അതുകൊണ്ട് അന്നത്തെ ദിവസം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ക്യൂരിയോസിറ്റി മാറാത്തത് കൊണ്ട് കുറേ നേരം നോക്കി തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പാതിരാത്രിയാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ രാവിലെ എന്തായാലും പൊളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ നഗറ്റ്സ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മാക്സിമം എന്തായാലും ഇത് യൂസ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും ഹേസുട്ടിൻ്റെ ഫുഡിൻ്റെ സ്നാക്സിൻ്റെയൊക്കെ റെസിപ്പിയോ കാര്യങ്ങളോ ഒക്കെ വേണം, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ള റെസിപ്പിയൊക്കെ നമുക്ക് കാണിക്കാമല്ലോ. സംഭവം നമുക്ക് ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ലവ് യു ഓൾ. ബൈ.